എടാ ഓന്റെ ഒരു കളിസാൻ എന്റെ മിറ്റെല്ലാം നാശാക്കി. പിന്നെ എന്റെ കൈമ കിട്ടുമല്ലോ. നീ എങ്ങോട്ട് ഓടിയാ? നീ ഇങ്ങ് വാട്ടാ, ഞാൻ എനിക്ക് പറഞ്ഞുതരാ. ഓ നീടുണ്ടേനുവാ. ജനിക്കാണെങ്കിൽ നീ എങ്ങാനായി ജനിക്കണം. എന്ത് സുഖ. അച്ഛ വീട്ടിൽ ഇങ്ങനെ തിന്നും കുടിച്ചും പത്രം വായിച്ചും ഇങ്ങനെ ഇരുന്നാ മതി. ഒരു പണിക്കും പോണ്ട, ഉളുപ്പില്ലാതെ. നീ നാസ്ത എടുത്തു വെക്ക്. കട്ടൻ ചായ കുടിക്കിങ്ങളിപ്പം തൽക്കാലം പാല് തീർന്നോ ഏട്ടാ? ചായല്ല ഞാൻ കുടിച്ചത്. നാസ്ത ഒന്നും ആയിട്ടില്ല. നാസ്ത ഇപ്പ ഒരു മിനിറ്റ് ഇരിക്കാൻ. ഓ നാസ്ത മാത്രം ആക്കണ്ട, എനിക്ക് കുറച്ച് പാലും പഴമെല്ലാം കൊടുക്ക്. സമയം രാവിലെ 7 മണി ആയിട്ടില്ല. അപ്പോഴത്തേക്കും എനിക്ക് നാസ്ത വേണം. അതോ ചായ? പാലില്ലാണ്ട് ചായ പറ്റൂല, കട്ടനൊന്നും പറ്റൂല. പാലിനല്ല ഇപ്പൊ എന്താ വില, അതൊന്നും എനിക്ക് അറിയണ്ടല്ലോ. ഉമ്മ പണ്ട് പണിക്ക് വന്ന സമയത്ത് എപ്പം രാവിലെ നാസ്ത കഴിച്ചിട്ട് ശീലല്ലേ, അതുകൊണ്ടാന്ന്. നിങ്ങളൊന്ന് അനങ്ങാണ്ടിക്ക്. നാസ്ത ആയിനി ഞാൻ കൊടുക്കട്ടെ. ആ നീ തന്നെയാ നോനെങ്ങനെ വഷളാക്കുന്നു. പണ്ട് പണിക്ക് പോയാ മതിയാ, പിന്നെ ഇനി പണിയൊന്നും എടുക്കണ്ടേ? ഇനി ഇങ്ങനെ വെറുതെ ഇരിക്കലാ? എനിക്കിപ്പം നാസ്ത വേണ്ട സൈനോ, പിന്നെ കഴിക്കാം. ആ വേണ്ടെങ്കില് വേണ്ട. ഓ പിയാപ്പിള ഇങ്ങള് വന്നാ? റുക്കിയാ, ഇതാ പിയാപ്പിള വന്നിട്ടാ. നീ ചായ എടുക്ക്. വിശക്കുന്നുണ്ടാവും, എന്തെങ്കിലും തിന്നാനും കൂടി എടുത്തോട്ടാ. നിങ്ങൾ ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം ഭയങ്കരമായിട്ട് ക്ഷീണം പിടിച്ചോയി. ഇതെന്നാ പിയാപ്പിളെ, നിങ്ങള് സാധനം എല്ലാം കെട്ടിക്കൊണ്ടാന്നിനി? കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം ഇതൊന്നും ഇല്ലാണ്ട് ഇങ്ങക്ക് ഇങ്ങ് വന്നൂടാ? റുക്കിയ ചായ വേഗം എടുക്ക്. കുറച്ച് പാല് കാച്ചി കൊടുക്കും, ഒരു ഗ്ലാസ്. റുക്കിയ ഞാൻ പോയിട്ട് വരുന്നേ. ഓ പിയാപ്പിള നിങ്ങള് പോക്കാ? ഞാൻ പോട്ടെ. നിങ്ങൾ കാര്യം ചെയ്യും, നിങ്ങളൊന്ന് പുറത്തിറങ്ങി. എന്തിനാ മോനെ? നിങ്ങളെ കണ്ടുകൊണ്ട് പോണം. എനിക്ക് നിങ്ങളെ കണ്ടുകൊണ്ട് പോയി കഴിഞ്ഞാല് എന്റെ എല്ലാ കാര്യവും നടക്കും. നിങ്ങളൊന്ന് മുറ്റത്തിറങ്ങി. അതല്ല മോനിക്ക് വെറുതെ തോന്നുന്നതാന്ന്. ഞാൻ മുറ്റത്തിറങ്ങി നിൽക്കായതായാലും. അതൊന്നല്ല ഉമ്മ, നിങ്ങളൊന്ന് ഇറങ്ങി. ആ ഉമ്മ, എന്നാ പിന്നെ ഞാൻ പോയിട്ട് ഉമ്മ. പോയിട്ട് വാ മോനെ, പോന്ന കാര്യമെല്ലാം നടക്കട്ടെ. എന്റെ അഷ്റഫ് മോൻ എന്നോടെന്തൊരു സ്നേഹ. വീടെ ഉണ്ടല്ലോ ഒരുത്തെ, എൻ്റെ മൂത്ത മരുമോൻ. അവനെല്ലാം കണി കണ്ടാൽ തന്നെ ഒരു തുള്ളി വെള്ളം കിട്ടൂല. എന്തിനു മോനെ, നീ എന്താ കുരുത്തക്കേട് കളിച്ചിട്ടുണ്ടാവും? ബെല്ലുമ്മാക്ക് എന്നിട്ട് നമ്മളെ ഇഷ്ടമില്ലാത്തതെന്ന് അറിയില്ല മോനെ. ഉമ്മാനും ഉപ്പാനും ഒന്നും ബെല്ലുമ്മാക്ക് ഇഷ്ടമില്ല. എന്തിട്ടാന്ന് നമുക്കും അറിഞ്ഞൂടാ. നീ നമ്മളെ മോനായി പോയോണ്ടാ ഇന്നെയും ഇഷ്ടമില്ലാത്ത. നീ എന്നാ സൈനു മോനോട് പറഞ്ഞു കൊടുക്കുന്നത്? മോനെ അങ്ങനെയൊന്നും ഇല്ലടാ, എനിക്ക് ഇന്ന എല്ലാവർക്കും ഇഷ്ടമാണ്. വല്യമ്മ ചിലപ്പോ നീ കുത്തക്കേട് കളിക്കുന്ന സമയത്തായിരിക്കും ഇന്ന അടിച്ചിട്ടുണ്ടാവുക. നീ കുത്തക്കേട് കളിക്കുമ്പോ ഉപ്പയും ഉമ്മയെല്ലാം ഇന്ന അടിക്കില്ലേ? മോൻ അതൊന്നും കാര്യാക്കണ്ട. മോൻ പോയിട്ട് പുറത്തുനിന്ന് കളിച്ച പോടും. ലത്തീഫ്ക്ക, ഇനി എനിക്ക് എടുക്കാൻ പറ്റൂല ലത്തീഫ്ക്ക. കുറേ കാലമായില്ലേ ഉമ്മാൻ്റെ ഇത് സഹിക്കുന്നു നമ്മള്. ഉമ്മക്ക് എന്തിട്ട് എന്നെ മാത്രം ഇങ്ങനെ കണ്ടുകൂടാത്ത? റുക്കിയാനോട് നല്ല സ്നേഹമാണല്ലോ. മക്കളെല്ലാം ഉമ്മമാർക്ക് ഒരുപോലെയല്ലേ ഉണ്ടാകുക? ഞാനല്ല അല്ലെങ്കിൽ ഉമ്മാൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന, ഈ വീട്ടിലത്തെ എല്ലാ പണിയും ചെയ്യുന്നു. ഏറ്റവും എന്തിട്ട് ഉമ്മക്ക് എന്നെ മാത്രം ഇഷ്ടമില്ലാത്ത? എന്നോട് മാത്രം ഇഷ്ടമില്ലാതെ സാരില്ലേനു. ഇപ്പം നിങ്ങളോടും മക്കളോടും എല്ലാം ഉമ്മ ദേഷ്യം കാണിക്കാൻ തുടങ്ങിയാലേ നമുക്ക് എടുത്തേക്കെങ്കിലും വീട് മാറാം. അങ്ങനെയൊന്നും ഇല്ലടോ, എനിക്ക് തോന്നുന്നു ഉമ്മ എല്ലാം പഴയ ആൾക്കാരല്ലേ, അതുകൊണ്ടായിരിക്കും. അതൊന്നുമല്ല ലത്തീഫ്ക്ക, റുക്കിയാൻ്റെ മാപ്പിള ഗൾഫിലല്ലേ, ഓൻ്റെ അടുത്ത് കുറേ പൈസ എല്ലാം ഉണ്ടല്ലോ, അതുകൊണ്ടാണ്. എല്ലാം മനസ്സിലാവും ഉമ്മാക്ക് ഒരു നാള്. ഈ വീട് എങ്ങനെയെങ്കിലും നിന്റെ പേരിലാക്കണം. ഇനി എത്ര കാലം നീ വെച്ചിട്ട് ഗൾഫിൽ പോയിട്ട് കഷ്ടപ്പെടുകയാണ്. ഇനി ഒരു പുതിയ വീട് കേട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ചിലവുണ്ടെന്ന് എൻ്റെ വിചാരം. ഈ പഴയ തറവാട് വീടെന്തിനാ നമുക്ക്? ഇനിയുള്ള കാലം നമ്മൾ ഈ വീട്ടിൽ തന്നെയാ ജീവിക്കണ്ടേ? മണ്ടത്തര പറയല്ല നീ. എന്നുവെച്ചാൽ ഈ വീട് പൊളിച്ചിട്ട് കളഞ്ഞാലും ഈ സ്ഥലത്തിന് ഈ സ്ഥലം വിൽക്കാന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്തിന് നല്ലൊരു വില കിട്ടും. അതിന് നമുക്ക് പുതിയ വീടെടുക്കാൻ പറ്റും.
ഇപ്പോൾ ആ തള്ളിനെ എങ്ങനെയെങ്കിലും സോപ്പിട്ടിട്ട് നിൻ്റെ പേരിലാക്കാൻ നോക്ക്. ഞാൻ ഇപ്രാവശ്യം ഗൾഫിൽ പോകുന്നതിന് മുമ്പ് നീ എങ്ങനെയെങ്കിലും എൻ്റെ പേരിലാക്കണം ഇത്. ഇപ്പോഴാണെങ്കിൽ ഈ തള്ളക്ക് ഇപ്പം നമ്മളോട് നല്ല സ്നേഹത്തിലാണ്. ഇപ്പം നല്ലൊരു ചാൻസാണ്, നല്ല സമയമാണ്. ഞാൻ നോക്കാം. ഉമ്മ, അഷ്റഫ്ക്ക് അറിയലാന്ന് നമുക്ക് വേറൊരു വീട് നോക്കണോ. എപ്പം ഇങ്ങനെ ഭാര്യ വീട്ടിൽ നിൽക്കാൻ പറ്റൂല, ആൾക്കാരെല്ലാം പറയുന്നുണ്ട്. അതുകൊണ്ട് ഉമ്മ നമ്മളിന്നൊരു വീട് നോക്കാൻ വേണ്ടി പോന്നാ. അയ്യോ മോനെ, ചങ്ക് കൊള്ളുന്ന വർത്താനൊന്നും പറയല്ലേ. നിങ്ങളെ രണ്ടാൾ ഇവിടുന്ന് പോയാൽ പിന്നെ ഞാൻ ഒറ്റക്കായി പോവില്ലേ? മൂത്ത മോളും മരുവനും എല്ലാം ഉള്ളതും ഇല്ലാത്തതും എല്ലാം കണക്കാ. അല്ല ഉമ്മ, ലത്തീഫ്ക്ക് പറയുന്നതിലും കാര്യമില്ലേ? എപ്പം ഇങ്ങനെ ഭാര്യ വീട്ടിൽ തന്നെ നിൽക്കാൻ പറ്റുവാ? ആൾക്കാരെല്ലാം ഓരോന്ന് പറഞ്ഞു തുടങ്ങി. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ വീട് നിങ്ങളെ രണ്ടാളെയും പേരിൽ അങ്ങ് എഴുതിത്തരാം. അപ്പോൾ പിന്നെ നാട്ടുകാരൊന്നും പറയില്ലല്ലോ, ഭാര്യ വീട്ടിൽ നിൽക്കുന്നൊന്നും പിന്നെ പറയൂലല്ലോ. ഞാൻ നാളെ മരിക്കാൻ കിടന്നാൽ എനക്കൊരു തുള്ളി വെള്ളം കിട്ടണമെങ്കിൽ നിങ്ങൾ രണ്ടാളും ഇവിടെ വേണം. അവരുള്ളതും ഇല്ലാത്തതെല്ലാം കണക്ക് തന്നെയാണ്. അതുകൊണ്ട് ഇനി നിങ്ങൾ ആരൊന്നും പറയണ്ട. എന്നാ വേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതെങ്ങനെയും അന്നേരം ഈ വീട് ഇത്താക്കും അവകാശപ്പെട്ടതല്ലേ, അവർ സമ്മതിക്കുവാ ഇത് നമ്മളെ പേരിലേക്ക് ആക്കിത്തരേ? ഈ വീട് എൻ്റെയാ, ഇത് ആർക്ക് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാ. എന്നാ വേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അല്ല അഷ്റഫ്ക്ക, നിങ്ങളെന്നീ നോക്കുന്നത്? കുറെ നേരമല്ലേ നിങ്ങൾ പോവാൻ കഴിഞ്ഞിട്ട് ഇനിയും പോയിട്ടില്ല? ഞാൻ നേരത്തെ പോകേണ്ട ആളാണ്. നോക്കും വേണ്ടി എൻ്റെ ഉമ്മാണ് പുറത്ത്. ആ തള്ളേനെ കണ്ടിട്ട് എവിടെയും പോയി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ശരിയാണ്. അങ്ങനത്തെ ഒരു നശൂലം പിടിച്ച പെണ്ണുങ്ങളാണ്. ഞാൻ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളൊന്ന് പുറത്തിറങ്ങി നിങ്ങളെ കണ്ടുകൊണ്ട് പോണേ. നിങ്ങളെ കണ്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ എല്ലാ കാര്യവും നടക്കും. എന്തെന്നാ ഇതെല്ലാം തുപ്പി നാറ്റി വെച്ചിരിക്കുന്നത്? ഇതൊന്നും ഇനി ഇവിടെ പറ്റൂല കേട്ടോ. ഇതൊന്നും ഇവിടെ ശരിയാവില്ല. നിങ്ങൾക്ക് ഒരു മോളും കൂടി ഇല്ലേ? നിങ്ങൾക്ക് കുറച്ച് ദിവസം അവിടെ പോയി നിന്നൂടെ? എന്തിനാ നിങ്ങളെ ഇത് നാട്ടാൻ വേണ്ടി നിൽക്കുന്ന ഇവിടെ? ഇനി എൻ്റെ ഗൾഫിൽ പോക്കൊന്നും നടക്കും തോന്നുന്നില്ല. ചിലവൊക്കെ ചുരുക്കണം. നിങ്ങൾ പോയിട്ട് ആ മോളടുത്ത് കുറച്ച് കാലം നിൽക്ക് പോയിട്ട്. ഇതാരിത്? ഉമ്മയാ? നിങ്ങൾക്ക് ഈ വഴി എല്ലാം അറിയാവോ? അപ്പൊ എന്താ നമ്മളൊന്നും കാണാൻ പറ്റില്ലല്ലോ, എന്ത് പറ്റി? മോനെ, എന്റെ രണ്ടാമത്തെ മോന്റെ സ്വഭാവം എല്ലാം മാറി. വീട് ഞാൻ അവരെ പേരിലേക്ക് എഴുതി കൊടുത്തരോ. എന്നോട് അവര് പറഞ്ഞ ആടെന്ന് ഇറങ്ങി പോയിക്കോളാം. അതുകൊണ്ടാ ഞാൻ ഈ രാത്രി തന്നെ ഇങ്ങോട്ട് വന്നിന്. വേറെ എങ്ങോട്ടാ പോണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സൈനു, ഇതാ ഉമ്മ വന്നിട്ട്. സാരില്ല ഉമ്മ, നിങ്ങളകത്ത് പോ. സൈനു, ഉമ്മാക്കൊരു റൂം കാണിച്ചു കൊടുക്ക്. നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിലും നമ്മൾ ഒന്നിച്ചിട്ട് ഇവിടെ നിൽക്കാം. ഒരു വിഷമമില്ല. നിങ്ങൾക്ക് വിഷമം ഇല്ലെങ്കിൽ നമ്മളെ കൂടെ ഏത് കാലം വരെയും ഇവിടെ ഒന്നും നമ്മൾ ഒരു ഇതും പറയില്ല. എനിക്ക് കുറേ തെറ്റ് പറ്റിപ്പോയി. എനിക്ക് നിങ്ങളെയൊന്നും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങളെല്ലാം എന്നോട് ക്ഷമിക്കണം. നിങ്ങൾ അതൊന്നും വിഷമിക്കണ്ട. നിങ്ങളകത്ത് പോകണം.